മാക്സൺ ഹോളിന്റെ എപ്പിസോഡ് 2ന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ജെയിംസും ലിഡിയയും സ്കൂളിലോട്ട് പോകാൻ വേണ്ടി റെഡി ആവുന്നതാണ്. നമ്മുടെ ലിഡിയ അതേസമയം തന്നെ മിസ്റ്റർ സഡനുമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് കാണണമെന്നും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ലിഡിയയുടെ അടുത്ത് മിസ്റ്റർ സഡൻ മെസ്സേജ് അയക്കുന്നത്. പിന്നീട് ഡ്രൈവറായിട്ടുള്ള പേഴ്സിയുടെ കൂടെ രണ്ടുപേരും മാക്സൺ ഹോളിലോട്ട് പോകുന്നു. ഇതേ സമയം തന്നെ അവിടെ നമ്മുടെ റൂബി ബെൽ ഇവന്റ് കമ്മിറ്റിയിൽ പുതിയതായിട്ട് വരുന്ന ഇവന്റ് ആയിട്ടുള്ള ഡോണർ ഗാലെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പാർട്ടിയുടെ തീം എന്തായിരിക്കണം എന്നതിനെയൊക്കെ പറ്റി ഇവർ ഡിസ്കസ് ചെയ്യുന്നു. എല്ലാവരും ആലോചിച്ചിട്ടും അങ്ങനെ അത്ര വലിയ നല്ലൊരു തീമൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. ഇപ്പുറത്തെ സൈഡിലാകട്ടെ നമ്മുടെ ജെയിംസ് സ്കൂളിലോട്ട് വന്നിട്ട് ലാക്രോസ് ടീമിൽ പങ്കെടുക്കുകയും അതിനകത്ത് അവരെ എല്ലാവരും ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവനാണല്ലോ ആ ഒരു ലാക്രോസ് ടീമിന്റെ ക്യാപ്റ്റൻ. ബട്ട് ആ ഒരു സമയത്ത് അങ്ങോട്ട് കോച്ച് വന്നിട്ട് കോച്ച് ജെയിംസിന്റെ അടുത്ത് പറയുന്നു, നിന്നെ ഇന്നലെ തന്നെ പ്രിൻസിപ്പാൾ ഈ ഒരു ടീമിൽ നിന്ന് പുറത്താക്കിയതല്ലേ, ഇനി എന്താണ് നീ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ കോച്ച് ഇവനോട് ചോദിക്കുന്നുണ്ട്. അത് ഇന്നലെ അല്ലേ, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് വീണ്ടും ഇതിനകത്ത് ജോയിൻ ചെയ്യാം എന്നൊക്കെ ജെയിംസ് കോച്ചിന്റെ അടുത്ത് പറയുന്നു. കോച്ച് പറയുന്നു, എനിക്ക് നിന്നെ ഇതിനകത്ത് നിർത്താൻ താല്പര്യമില്ല എന്നുകൊണ്ടല്ല, പ്രിൻസിപ്പൽ ലെക്സിംഗ്ടൺ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിന്നെ ഇതിനകത്ത് നിർത്താൻ പറ്റാത്തത് എന്ന് ജെയിംസിന്റെ അടുത്ത് കോച്ച് പറയുന്നു. ജെയിംസ് തിരിച്ചു പറയുന്നു, നിങ്ങൾക്കറിയാവോ ഈ ഒരു മാക്സൺ ഹോളിന്റെ സ്ഥലവും സ്കൂളും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് എൻ്റെ ഫാമിലി ആയിട്ടുള്ള ബഫോർട്ടാണ്. ആ ഒരു പക്ഷം എന്നെ വെറും പ്രിൻസിപ്പാളിന് ഇവിടുന്ന് പുറത്താക്കാൻ പറ്റത്തില്ല. പ്രിൻസിപ്പാൾ അങ്ങനെ കാണും എന്നെ ഈ ഒരു ടീമിൽ നിന്ന് പുറത്താക്കിയാൽ അങ്ങേർക്ക് അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാകും എന്നൊക്കെ ജെയിംസ് കോച്ചിന്റെ അടുത്ത് പറയുന്നു. കോച്ച് പറയുന്നു, പ്രിൻസിപ്പൽ ലെക്സിംഗ്ടന്റെ അടുത്ത് നിന്നെ ഈ ഒരു ടീമിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞത് നിന്റെ അച്ഛനാണ് എന്നൊക്കെ ജെയിംസിന്റെ അടുത്ത് പറയുന്നു. ഇത് കേട്ടപ്പോഴേ ജെയിംസിന് വല്ലാതെ ഷോക്കായി പോകുന്നു. കാരണം തന്റെ അച്ഛൻ എന്തിനാണ് തന്നെ ഇതിനകത്ത് നിന്ന് പുറത്താകുന്നത് എന്നൊക്കെ ഇവൻ വിചാരിക്കുന്നുണ്ട്. കൂടെ തന്നെ കോച്ച് പറയുന്നു, റൂബി ബില്ല് കണ്ടക്ട് ചെയ്ത പരിപാടിയുടെ ഇടയിൽ നീ എന്തിനാ സ്ട്രിപ്പേഴ്സിനെ കയറ്റി, അതുകൊണ്ടല്ലേ ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിച്ചത് എന്നും അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതിനെയൊക്കെ പറ്റി ലിഡിയയുടെ അടുത്ത് ജെയിംസ് പറയുന്നുണ്ട്, റൂബിക്ക് ഞാൻ ആരാണെന്ന് അറിഞ്ഞൂടാ, അവള് കാരണമാണ് ഞാൻ ആ ഒരു ലാക്രോസ് ടീമിൽ നിന്ന് പുറത്തായത് എന്നൊക്കെ ലിഡിയയുടെ അടുത്ത് ജെയിംസ് പറയുന്നു. ലിഡിയ ആ ഒരു ടൈമിൽ ജെയിംസിന്റെ അടുത്ത് പറയുന്നുണ്ട്, അവള് ഞാനും മിസ്സസ് സഡനും തമ്മിലുള്ള ബന്ധം പുറത്തു പറയാതിരിക്കുവോ, ഇനി അവളുടെ അടുത്ത് പോയി എരിയൊന്നും കേട്ടണ്ട, നീ വെറുതെ എന്തിനാണ് അവള് കണ്ടക്ട് ചെയ്ത പാർട്ടിക്കിടയിൽ ഇങ്ങനെ ഒത്തിരി സ്ട്രിപ്പേഴ്സിനെ കയറ്റിയത്, അതുകൊണ്ടല്ലേ ഇത്തരം പ്രശ്നമായത് എന്നൊക്കെ ജെയിംസിന്റെ അടുത്ത് ലിഡിയ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ടൈമിലും അവന്റെ തെറ്റല്ല, അത് റൂബിയുടെ തെറ്റാണ് എന്ന രീതിയിലാണ് അവൻ ലിഡിയയുടെ അടുത്ത് സംസാരിക്കുന്നത്. പിന്നീട് എന്തായാലും പ്രിൻസിപ്പൽ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ റൂബി ലീഡ് ചെയ്യുന്ന ആ ഒരു ഇവന്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെല്ലുന്നു. ആ ഒരു ടൈമിൽ ഇവളുടെ കമ്മിറ്റിയിൽ തന്നെയുള്ള ഒരു മെമ്പർ എന്തായിരിക്കണം ആ ഒരു ഡോണർ ഗാലയുടെ തീം എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു ടൈമിലായിരുന്നു ജെയിംസ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു തീം ഡോണർ ഗാലയ്ക്ക് ഒട്ടും ചേർന്നതല്ല എന്നൊക്കെ ജെയിംസ് പറയുന്നു. അപ്പോഴേക്കും റൂബി പറയുന്നുണ്ട്, ഇന്ന് രാവിലത്തെ മീറ്റിംഗിലൊന്നും കണ്ടില്ലായിരുന്നല്ലോ, എവിടെ പോയതായിരുന്നു എന്നൊക്കെ റൂബി ചോദിക്കുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നവർക്ക് തീരുമാനിക്കാനുള്ളതല്ല ഈ ഒരു ഡോണർ ഗാലയുടെ തീം എന്നൊക്കെ റൂബി അവനോട് പറയുന്നുണ്ട്. ഡോണർ ഗാലയുടെ തീം ഞാൻ സജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവനൊരു വിക്ടോറിയൻ ഫാഷനുള്ള ഒരു തീം ഇവർക്കെല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും വിക്ടോറിയൻ രീതിയിൽ ഡ്രസ്സുകൾ ധരിക്കുക, എല്ലായിടത്തും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആക്കുക, ആ ഒരു രീതിയിൽ ആ ഒരു ഹോളിനെ തന്നെ സെറ്റ് ചെയ്യുക. സോ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. റൂബി ആണെങ്കിൽ എല്ലാവരുടെ ആർക്കൊക്കെ ഈ ഒരു തീം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കമ്മിറ്റിയിലുള്ള മിക്കുള്ള എല്ലാ മെമ്പേഴ്സും കൈപോകുന്നുണ്ട്. ഇതിനെയൊക്കെ തുടർന്ന് അവർ ആ ഒരു ഡോണർ ഗാല പാർട്ടിക്ക് വിക്ടോറിയൻ തീം തന്നെ സെലക്ട് ചെയ്യുന്നു. ഇതേ സമയം തന്നെ ഈ ഒരു തീമിനെ അനുബന്ധിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ഡോണർ ഗാലയ്ക്ക് എന്തായാലും വേണം. ആ ഒരു പോസ്റ്ററിന് വേണ്ടി ഏകദേശം 100 വർഷത്തിന് മുമ്പുള്ള ഒരു വിക്ടോറിയൻ ഡ്രസ്സിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരിക്കണം ആ ഒരു പോസ്റ്ററിനകത്ത് വരേണ്ടത്. അത് നമ്മുടെ റൂബി ലിന്നുമായിട്ട് സംസാരിക്കുന്നു. ലിന്ന് റൂബിയുടെ അടുത്ത് പറയുന്നു, എന്തായാലും ജെയിംസ് ഇതിനകത്തുണ്ട്. ജെയിംസ് ബഫോർഡ് ഫാമിലിയിലെയാണല്ലോ. സോ ബഫോർഡ് ഫാമിലിക്ക് ഏകദേശം ഒരു 100 വർഷം പഴക്കമുള്ള വിക്ടോറിയൻ ഡ്രസ്സുകളെങ്കിലും അവരുടെ കയ്യിൽ കാണും, അല്ലെങ്കിൽ അവരുടെ ആർക്കീവിനകത്ത് കാണും. ജെയിംസിൻ്റെ അടുത്ത് ഒന്ന് പോയി പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഫോട്ടോ എടുത്ത് ജസ്റ്റ് പോസ്റ്റർ അടിച്ചിറക്കിയാൽ പോരെ, അത് എളുപ്പമല്ലേ എന്നൊക്കെ റൂബിയുടെ അടുത്ത് ലിന്ന് പറയുന്നു. പക്ഷെ റൂബിക്ക് അതിനൊട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് റൂബി ജെയിംസിന്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നു. ജെയിംസ് പറയുന്നു, നിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഈ ഒരു കാര്യം മോൾ എന്തായാലും എൻ്റെ ഉള്ളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. നിനക്ക് ഈ കാര്യങ്ങൾ എങ്ങനെയാ കൊണ്ടുപോകണ്ടേ എന്നറിയാം, നീ തന്നെ ഈ ഒരു പ്രോബ്ലത്തിന് എന്തായാലും സൊല്യൂഷൻ കണ്ടുപിടിക്കും, പിന്നീട് എൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ജെയിംസ് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ ജെയിംസിന്റെ കയ്യിൽ നിന്നും യാതൊരു സഹായവും നമ്മുടെ റൂബിക്ക് കിട്ടില്ല. ഇവൻ എന്തൊരു അഹങ്കാരിയാണെന്ന് നമ്മുടെ റൂബിയും വിചാരിക്കുന്നു. അങ്ങനെ ഈ ഒരു സംഭവത്തിനെ പറ്റി ഇവളുടെ അനിയത്തിയായിട്ടുള്ള എംബറിന്റെ അടുത്ത് പോയി പറയുന്നു. അങ്ങനെ എമർ ആണെങ്കിൽ ഒരു വിക്ടോറിയൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുകയും ആ ഒരു രീതിയിൽ ഇവള് നല്ലതായിട്ട് തയ്ച്ച് റെഡിയാക്കുകയും ചെയ്യുന്നു. ഇപ്പുറത്തെ സീനിൽ നമ്മുടെ ജെയിംസ് അവന്റെ അച്ഛൻ്റെ കൂടെ ജോഗിങ്ങിന് വേണ്ടി പോവുകയാണ്. അച്ഛൻ അവനോട് ചോദിക്കുന്നു, പതിവില്ലാതെ നേരത്തെ ആണല്ലോ എണ്ണീറ്റത്, അല്ലെങ്കിൽ 10:30 ആണല്ലോ തല പൊങ്ങാൻ എന്നൊക്കെ ഇവന്റെ അടുത്ത് ചോദിക്കുന്നു. ഇവൻ പറയുന്നു, ഇന്ന് നേരത്തെ എണീക്കാൻ തോന്നി അങ്ങനെ എണീറ്റു എന്ന് ഇവനും തിരിച്ചു പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ അവന്റെ അച്ഛൻ്റെ അടുത്ത് എന്തിനാണ് തന്നെ ലക്രോസ് ടീമിൽ നിന്ന് പുറത്താക്കിയതെന്നും തനിക്ക് വീണ്ടും ലക്രോസിലോട്ട് കയറണം എന്നൊക്കെ ഇവന്റെ അച്ഛൻ്റെ അടുത്ത് ഇവൻ പറയുന്നു. ബട്ട് ആ ഒരു കാര്യങ്ങളൊന്നും ഇവന്റെ അച്ഛൻ അവൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുമില്ല.
ഇവൻ വെച്ചാൽ അവൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് പുതിയൊരു ഇവൻറ്റ് വരുന്നുണ്ട്, ആ ഒരു ടൈമിൽ നമ്മുടെ കമ്പനി ആയിട്ടുള്ള ബഫോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ വിരുന്നിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. സോ അവരുടെ അടുത്ത് പുതിയൊരു കൺസെപ്റ്റ് നീ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കുന്നതാണ് നിന്റെ ഇപ്പോഴത്തെ ജോലി എന്ന് അവൻ്റെ അടുത്ത് പറയുന്നു. ചുമ്മാ വെറുതെ ലക്രോസ് ഒന്നും കളിച്ച് നടക്കാതെ നീ ഇപ്പോഴേ കമ്പനിയിൽ തന്നെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ ഇങ്ങേര് ജെയിംസിൻ്റെ അടുത്ത് പറയുന്നു. പക്ഷേ ജെയിംസിനെ സംബന്ധിച്ച് അവൻ ഈ ഫാഷൻ ബ്രാൻഡ് ആ ഒരു കാര്യത്തിനകത്തൊട്ടൊന്നും അവന് ഇൻട്രസ്റ്റേ ഇല്ല. പക്ഷേ നേരെ തിരിച്ചാണ് ഇവൻ്റെ ട്വിൻ സിസ്റ്റർ ആയിട്ടുള്ള ലിഡിയയുടെ കാര്യത്തിൽ. ലിഡിയയാണ് ഓരോ ചെറിയ ചെറിയ കൺസെപ്റ്റ് ഈ ഒരു കമ്പനി വളരാൻ വേണ്ടി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഇവരുടെ അച്ഛൻ ലിഡിയ അത്ര കാര്യമായിട്ട് കമ്പനിയിൽ ഒരു സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല. ഈ ഭാരങ്ങളെല്ലാം ജെയിംസിന്റെ തലമണ്ടയിൽ വെക്കാനാണ് ജെയിംസിന്റെ അച്ഛൻ്റെ ആഗ്രഹം. അങ്ങനെ ജെയിംസിന്റെ അച്ഛൻ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബഫോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കുറച്ച് ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് വരികയും അവർക്ക് വിരുന്ന് കൊടുക്കുകയും ചെയ്യുന്നു. ആ ഒരു ടൈമിലായിരുന്നു പുതിയ കൺസെപ്റ്റ് ആയിട്ടുള്ള യങ് ബഫോർട്ടിനെ നമ്മുടെ ജെയിംസ് അവിടെ പരിചയപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ ന്യൂജൻ പിള്ളേർക്ക് വേണ്ടിയുള്ള പുതിയ ഫാഷൻ രീതിയിലുള്ള കാര്യങ്ങൾ. ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തു തന്നെ നമ്മുടെ ലിഡിയ ബഫോർട്ട് ആയിരുന്നു ജെയിംസിന്. പിന്നീട് ജെയിംസ് അവർക്ക് സ്പീച്ചും കൊടുക്കുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം അവനെ പഠിപ്പിച്ചു കൊടുത്തതും ലിഡിയയാണ്. ആക്ച്വലി ജെയിംസിന്റെ സ്ഥാനത്ത് നമ്മുടെ ലിഡിയയാണ് ഇവരുടെ എല്ലായിടത്തും നിന്ന് സംസാരിക്കേണ്ടത്. ബട്ട് അവരുടെ അച്ഛൻ്റെ ആ ഒരു ആൺകുട്ടികൾ മാത്രം നല്ല രീതിയിൽ പോയാൽ മതി എന്ന ആ ഒരു രീതി കാരണം ലിഡിയയ്ക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നഷ്ടമാകുന്നു. ഇതിനെയൊക്കെ തുടർന്ന് ലിഡിയ കുറച്ച് മൂഡ് ഓഫ് ഒക്കെ ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. കാരണം അവളുടെ ഐഡിയ ആണ് ഈ ഒരു കാര്യങ്ങളെല്ലാം. ഇതിനകത്ത് ജെയിംസിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവരുടെ അമ്മയ്ക്ക് അറിയാം, പക്ഷേ അമ്മയ്ക്കും അവിടെ വോയിസ് ഇല്ല. അതാണ് വേറൊരു സത്യം. അങ്ങനെ ഇപ്പുറത്തെ സീനിൽ നമ്മുടെ എമ്മർ ആണെങ്കിൽ ആ ഒരു വിക്ടോറിയൻ ഡ്രസ്സ് ഫുള്ള് തയ്ച്ച് റെഡിയാക്കുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ റൂബി ആ ഒരു ഇവന്റ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജെയിംസും അതിനകത്ത് മെസ്സേജ് ഇടുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, എന്നാലും ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അത്ര ഇല്ല എന്ന രീതിയിലൊക്കെയാണ് ഇവൻ മെസ്സേജ് ഇടുന്നത്. ഈ ഒരു ടൈമിൽ നമ്മുടെ റൂബി ആ ഒരു ഡ്രസ്സ് തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ്റെ ഈ മെസ്സേജ് കണ്ട് റൂബി റിപ്ലൈ കൊടുക്കുന്നു. സ്വന്തമായിട്ട് നിനക്ക് തരാൻ പറ്റുമല്ലോ, എന്നിട്ട് നീ തന്നതുമില്ല, തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കാര്യത്തിനെ കുറ്റം പറയുന്നു എന്നൊക്കെ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ആ ഒരു ടൈമിലായിരുന്നു അവൾ തേച്ചുകൊണ്ടിരുന്ന ആ ഒരു അയൺ ബോക്സ് അതിൻ്റെ മുകളിലോട്ട് വീണിട്ട് ആ ഒരു ഡ്രസ്സ് ഫുള്ള് കത്തിപ്പോകുന്നു. ഈ ഒരു കാര്യങ്ങൾ എമറും അറിയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാൻ, നമുക്ക് പുതിയൊരു ഡിസൈൻ വീണ്ടും ഉണ്ടാക്കാമെന്ന് എമർ ഇവളുടെ അടുത്ത് പറയുന്നു. പിറ്റേ ദിവസം ക്ലാസ്സിലും റൂബി ആ ഒരു ഡ്രസ്സ് കത്തിപ്പോയല്ലോ എന്നതിനേക്ക് തുടർന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ മിക്കുള്ള നമ്മുടെ ജെയിംസിൻ്റെ കൂട്ടുകാരും ലിഡിയയും അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ക്ലാസ് ആക്ച്വലി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാൻ വേണ്ടി ഉള്ള കുട്ടികളുണ്ടല്ലോ, സോ അവർക്ക് വേണ്ടിയുള്ളൊരു ക്ലാസ് ആയിരുന്നു അത്. ആ ഒരു ടൈമിൽ ടീച്ചർ ഇവർക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന രീതിയിൽ ഒരു ടോപ്പിക് കൊടുക്കുന്നു. ആ ഒരു സമയത്ത് എല്ലാവരും പറയുന്നുണ്ട്, ലാസ്റ്റിൽ നമ്മുടെ ജെയിംസും റൂബിയും പറഞ്ഞ് രണ്ടുപേരും വാക്കുതർക്കത്തിലോട്ടാകുന്നു. ജെയിംസ് പറയുന്നുണ്ട്, നിനക്കിപ്പം 2 ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു ജോലിക്ക് ശമ്പളം കൂടുതലുണ്ട്, പക്ഷേ ആ ഒരു ജോലി ചെയ്യാൻ നിനക്ക് ഇഷ്ടമല്ല. മറ്റേ രണ്ടാമത്തെ ജോലിക്ക് നിനക്ക് ശമ്പളം കുറവാണ്, പക്ഷേ ആ ഒരു ജോലി ചെയ്യാൻ നിനക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ജെയിംസ് റൂബിയുടെ അടുത്ത് പറയുന്നു. ബുദ്ധിപരമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ പൈസ കൂടുതൽ കിട്ടുന്ന ജോലിക്കാണ് നമ്മൾ പോകുന്നത് എന്നും ജെയിംസ് പറയുന്നു. അതിനെതിരായിട്ട് റൂബി പറയുന്നുണ്ട്, അത് നിന്നെ പോലെ പൈസയ്ക്ക് മാത്രം വില കൽപ്പിക്കുന്നവർക്ക് മാത്രം ചേർന്ന ഒരു കാര്യമാണ് അത് എന്ന്. തിരിച്ച് ജെയിംസ് പറയുന്നുണ്ട്, പൈസ ഇല്ലെങ്കിൽ നീ ആരാണെന്ന് പോലും ആർക്കും അറിയണ്ട എന്നൊക്കെ ഇവളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് എതിരായിട്ട് ഇവനും പറയുന്നു. ഈ ഒരു ടൈമിൽ ടീച്ചർ പറയുന്നുണ്ട്, ഹെൽത്ത് ഡിസ്കഷൻസ് നല്ലതാണ്, പക്ഷേ പേഴ്സണൽ അറ്റാക്സ് ഉണ്ടാകരുത് എന്ന്. ആക്ച്വലി ഇവർ പേഴ്സണൽ അറ്റാക്സിലോട്ടാണ് പോകുന്നത്. ആ ഒരു ടൈമിൽ റൂബി ജെയിംസിൻ്റെ അടുത്ത് പറയുന്നു, നീ ജനിച്ചപ്പോൾ തന്നെ പണമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാണ് നിന്നെ വളർത്തിയതെങ്കിൽ പണത്തിനല്ലാതെ മറ്റൊന്നിനും നീ വില കൽപ്പിക്കില്ല എന്ന് പറയുന്നു. തിരിച്ച് ജെയിംസ് ചോദിക്കുന്നു, പണം ഇല്ലാത്തപ്പോൾ തന്നെ നിന്റെ ചുറ്റിനുള്ളവരെ എല്ലാവരെയും ഭരിക്കാൻ ശ്രമിക്കുന്നതാണ് നീ. പണം കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഇവളുടെ അടുത്ത് പറയുന്നു. നീ നിന്റെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റേതല്ലാത്ത യാതൊരു കോൺട്രിബ്യൂഷനും നീ ആ ഒരു കമ്പനിയിലോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആർക്കും നിന്നെ ഒരു വില കാണത്തില്ല. നിന്റെ പണത്തിനെയാണ് എല്ലാവരും ബഹുമാനിക്കുന്നത് എന്നൊക്കെ ഇവൾ പറയുന്നു. അവൻ്റെ കൊള്ളേണ്ട ഭാഗത്ത് തന്നെ അത് കൊണ്ടു. അതുകൊണ്ടൊക്കെ തന്നെ ജെയിംസ് ദേഷിച്ച് ആ ഒരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ക്ലാസ്സിന് ശേഷം മിസ്റ്റർ സട്ടൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ലിഡിയ വരുന്നു. അങ്ങനെ മിസ്റ്റർ സട്ടൻ ലിഡിയയുടെ അടുത്ത് പറയുന്നുണ്ട്, നമുക്കിനി നമ്മുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്താൽ അത് നിനക്കാണ് ഏറ്റവും കൂടുതൽ ആപത്ത് എന്ന് പറയുന്നു. കാരണം നിന്റെ ഫാമിലി ഒരിക്കലും ടീച്ചറായിട്ടുള്ള എന്നെ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് ഇത് കൂടുതൽ രീതിയിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ ഇവിടെ തന്നെ ബ്രേക്കപ്പ് പറയുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് മിസ്റ്റർ സട്ടൻ ഇവളോട് പറയുന്നു. പക്ഷേ ലിഡിയയ്ക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം ലിഡിയയ്ക്ക് അത്രയധികം ഇഷ്ടമായിരുന്നു മിസ്റ്റർ സട്ടന് തിരിച്ചും ലിഡിയ ഇഷ്ടമാണ്. പക്ഷേ അവളുടെ ഭാവിയെ മുൻനിർത്തിയാണ് ഇയാൾ അങ്ങനെ പറയുന്നത്. ലിഡിയ പറയുന്നു, ഇതാണ് എൻ്റെ ലാസ്റ്റ് ഇയർ, ഇതും കൂടെ കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും 18 വയസ്സ് കഴിയും. പിന്നീട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. സോ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എന്ന് ലിഡിയ സട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. അങ്ങനെ അന്ന് നൈറ്റിൽ ആലിസ്റ്ററിൻ്റെ വീട്ടിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ ജെയിംസ് കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഇതേ സമയം ആലിസ്റ്റർ ആണെങ്കിൽ ഒരു ഗേ ഡേറ്റിംഗ് ആപ്പിൽ അവൻ ഓരോ ആളുകളെ ഇങ്ങനെ ഡേറ്റ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് നമ്മുടെ ജെയിംസ് അങ്ങോട്ട് വന്നിട്ട്
എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോഴേക്കും ആലിസ്റ്റർ പറയുന്നു, എൻ്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് ഏകദേശം വിറ്റ ഒരു രീതിയിലാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത്, അതുകൊണ്ട് ഞാൻ പുതിയൊരു ബോയ് ഫ്രണ്ടിനെ നോക്കുകയാണെന്ന് ആലിസ്റ്റർ ജെയിംസിൻ്റെ അടുത്ത് പറയുന്നു. പിന്നീട് ജെയിംസ് കുറച്ച് മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നതൊക്കെ നമ്മുടെ ആലിസ്റ്റർ ശ്രദ്ധിക്കുന്നു. എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ഒന്നുമില്ല എന്നൊക്കെ പറയുന്നു. ആലിസ്റ്ററിന് അപ്പോഴേ മനസ്സിലാവുന്നു അന്നത്തെ ക്ലാസ്സിൽ റൂബി ഒത്തിരി ഇട്ട് ഇവനെ ഊക്കിയല്ലോ, സോ അതിനെയൊക്കെ തുടർന്നാണ് ഇവൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന്. അന്ന് നമ്മുടെ ജെയിംസിനെ അങ്ങനൊന്നും പറയണ്ടായിരുന്നു എന്നൊക്കെ ഒരു ഗിൽട്ട് നമ്മുടെ റൂബിയുടെ മനസ്സിലും ഉണ്ട്. സോ അതിനെയൊക്കെ തുടർന്ന് റൂബി ഈ ഒരു കാര്യങ്ങളെല്ലാം അവളുടെ അച്ഛനടുത്ത് പറയുന്നു. അവളുടെ അച്ഛൻ പറയുന്നു, അവനെ ചിലപ്പം വളർത്തിയ രീതി അങ്ങനെ ആയിരിക്കും, പക്ഷേ അവൻ്റെ ഉൾഭാഗം നീ കണ്ടിട്ടില്ലല്ലോ, അവൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് ആരും അറിയാൻ ശ്രമിച്ചിട്ടില്ല. സോ നീ അവൻ്റെ അടുത്ത് പോയി സോറി പറയണം, അല്ലെങ്കിൽ നീയും അവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ ഇവളുടെ അച്ഛൻ ഇവളുടെ അടുത്ത് പറയുന്നു. അതിനെയൊക്കെ തുടർന്ന് ജെയിംസ് ഉള്ള സ്ഥലത്തോട്ടേക്ക് ഇവളും പോകുന്നു. ജെയിംസ് ആ ഒരു ടൈമിൽ ഫീൽഡിൽ വർക്കൗട്ട് ചെയ്യുകയായിരുന്നു. അവൻ്റെ അടുത്ത് പറയുന്നു, ഓക്സ്ഫോർഡ് കോഴ്സിൻ്റെ സമയത്ത് എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞുപോയി, ഐ എം സോറി എന്ന് അവൾ ജെയിംസിൻ്റെ അടുത്ത് പറയുന്നു. നിന്റെ പെരുമാറ്റം ശരിയല്ല എന്നതിന് എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് ജെയിംസും റൂബിയുടെ അടുത്ത് പറയുന്നു. അതിനുശേഷം റൂബി അങ്ങോട്ട് തിരിഞ്ഞ് നടക്കാൻ പോകുന്ന സമയത്ത് ജെയിംസ് റൂബിയോട് ചോദിക്കുന്നു, ആ ഒരു വിക്ടോറിയൻ ഡ്രസ്സിൻ്റെയൊക്കെ കാര്യം എന്തായി എന്ന്. അവൾ പറയുന്നു, അത് ഫുള്ള് കത്തിപ്പോയി എന്ന്. നമുക്ക് അങ്ങനെ എപ്പോഴും ജയിക്കണമെന്നൊന്നുമില്ലല്ലോ എന്ന് റൂബി ജെയിംസിൻ്റെ അടുത്ത് പറയുന്നു. നമുക്ക് വിക്ടോറിയൻ ഡ്രസ്സിൻ്റെ കാര്യം നോക്കാം എന്നൊക്കെ ജെയിംസ് റൂബിയുടെ അടുത്ത് പറയുന്നു. അതിനുശേഷം റൂബി അവിടെ നടന്നു പോകുന്നു. ആ ഒരു ടൈമിൽ ജെയിംസ് പറയുന്നുണ്ട്, ലെക്സിംഗ്ടണിൻ്റെ അടുത്ത് എൻ്റെ അന്വേഷണം പറഞ്ഞേക്കാൻ. ഇവൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. ആ ഒരു ടൈമിൽ ഇവളെ എങ്ങനെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അത് ഇവന് പ്രശ്നമാവും. സോ ഒരു തമാശ രൂപേണ ജെയിംസ് ഇവളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞതാണ്. ആ ഒരു ടൈമിൽ ഇവള് ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നു. അങ്ങനെ ജെയിംസിന്റെ മനസ്സിൽ നിന്ന് റൂബിയോടുള്ള ദേഷ്യം പതുക്കെ തന്നെ അലിയുന്നു. അന്ന് വൈകിട്ട് നമ്മുടെ ജെയിംസ് നമ്മുടെ റൂബിയുടെ മുഖമെല്ലാം പിക്ചറൈസ് ചെയ്ത് അവളുടെ ഒരു ഫോട്ടോ അവന്റെ ബുക്കിൽ വരയ്ക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ നമ്മുടെ ലിഡിയ വർക്കൗട്ട് ചെയ്യുകയായിരുന്നു. അങ്ങോട്ടേക്ക് ഇവരുടെ അച്ഛൻ വരികയും അച്ഛൻ ജെയിംസിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഏതായാലും ഗോൾഫ് കളിക്കാൻ പോവുകയാണ്, നീയും കൂടെ വരാൻ വേണ്ടി. ആ ഒരു ടൈമിൽ ലിഡിയ പറയുന്നു, എന്നാൽ ഞാനും കൂടെ വരാമെന്നൊക്കെ. ലിഡിയയുടെ അടുത്ത് അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഡബിൾസ് കളിക്കാനാണ് പോകുന്നത്, നിന്നെ പിന്നൊരു പ്രാവശ്യം കൊണ്ടുപോകുക എന്നൊക്കെ. ആ ഒരു ടൈമിൽ ലിഡിയയ്ക്ക് ചെറിയ വിഷമാവുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, എപ്പോഴും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇതാണെന്ന് മനസ്സിലാക്കി അവള് ജെയിംസിൻ്റെ അടുത്ത് പറയുന്നു, നീ എന്തായാലും പോയിട്ട് വരാൻ വേണ്ടി. ആക്ച്വലി ഇവനെ വിളിച്ചുകൊണ്ട് ആ ഒരു ഗോൾഫ് കളിക്കുന്ന ഫീൽഡിലോട്ട് പോയ എന്താണെന്ന് വെച്ചാൽ ബൊഫോർട്ടിലോട്ട് പുതിയൊരു ഇൻവെസ്റ്റർ വരുന്നുണ്ട്. ആ ഒരു ഇൻവെസ്റ്ററിന്റെ മകളുമായിട്ട് നമ്മൾ എപ്പിസോഡ് 1 ആദ്യം കണ്ടില്ലേ ഒരു സീൻ, അവളുമായിട്ടാണ് ഇവൻ ഹുക്കപ്പും കഴിഞ്ഞ് കിടന്നത്. അവളുടെ പേരാണ് എലൈൻ. എലൈനെ ജെയിംസിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് ആ ഒരു ഇൻവെസ്റ്ററിനെ കമ്പനിയിലോട്ട് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണ് എന്നൊക്കെയാണ് ജെയിംസിന്റെ അച്ഛന്റെ പ്ലാൻ. അതിനേക്ക് തുടർന്നാണ് ഇവനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയതും ഇവന്റെ അടുത്ത് ഈ ഒരു പ്ലാൻസിനെയൊക്കെ പറ്റി പറയുന്നതും. പക്ഷേ ഇവന് എലൈനെ അങ്ങനെ സങ്കല്പിക്കാനൊന്നും പറ്റുന്നില്ല. കാരണം എലൈനും ഇവനും തമ്മിൽ ജസ്റ്റ് ഒരു സിറ്റുവേഷൻഷിപ്പ് അങ്ങനെ ഒരു രീതിയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നിട്ടുള്ളത്. എലൈന്റെ കാര്യം പറയുമ്പോഴൊക്കെ അവന്റെ മനസ്സിൽ നമ്മുടെ റൂബിയുടെ കാര്യമാണ് വരുന്നത്. അങ്ങനെ അന്നുമായിട്ട് നമ്മുടെ റൂബി വീട്ടിലിരിക്കുന്ന സമയത്ത് റൂബിയുടെ അടുത്ത് ജെയിംസ് മെസ്സേജ് അയക്കുന്നു. എന്താന്ന് വെച്ചാൽ ആ ഒരു ദിവസം അവൻ ലണ്ടനിലെ ബഫോർട്ട് ആർക്കൈവിലോട്ട് പോകുന്നുണ്ടെന്നും ഏകദേശം 100 വർഷം പഴക്കമുള്ള വിക്ടോറിയൻ ഡ്രസ്സ് അവിടെ ഇരിപ്പുണ്ട്, നീ കൂടെ വന്നാൽ അതിന്റെയൊക്കെ ഫോട്ടോ എടുത്ത് നമുക്ക് പോസ്റ്റ് ആക്കാം എന്നൊക്കെ പറയുന്നു. ഞാൻ വരാമെന്നും ജെയിംസിന്റെ അടുത്ത് റൂബി പറയുന്നുണ്ട്. എന്നാൽ ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് എന്ന് ജെയിംസ് തിരിച്ച് റൂബിയുടെ അടുത്ത് മെസ്സേജ് അയക്കുന്നു. നോക്കിയ സമയത്ത് ഒരു ബെൻസ് കാറിൽ ജെയിംസ് അവിടെ വന്ന് നിൽക്കുന്നു. ചെറിയൊരു ഞെട്ടലോടെ അവളും അവിടെ നിൽക്കുന്നു. ആ ഒരു ടൈമിൽ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.